തിരികെ വരാം ജീവിതത്തിന്റെ ലഹരിയിലേക്ക്. കൗമാരക്കാരുടെയും യുവത്വത്തിന്റെയും ഇടയിൽ ഉയർന്നുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ലഹരി വിമോചന കേന്ദ്രങ്ങളെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും മുൻവിധികളും മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഡെയിൽ വ്യൂ ഡി അഡിക്ഷൻ സെന്ററിൽ മാഗസിൻ കമ്മിറ്റി നടത്തിയ അഭിമുഖം. മാഗസിൻ സമിതി ലോവർ പ്രൈമറി ക്ലാസുകൾ മുതൽ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകളിലും റാലികളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടവരാണ് നാം. എന്നാൽ ഈ യൗവനത്തിന്റെ മൂർച്ചയിലും നമ്മെ വിടാതെ പിന്തുടരുന്നു ലഹരി. ലഹരിക്കെതിരെ ഒരുപാട് കർമ്മ പദ്ധതികളുമായി സർക്കാരുകളും NGOകളും മുന്നോട്ട് വന്നിട്ടും ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ കണക്ക് ഉയരുന്നത് വേദനാജനകമാണ്. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് തിരിച്ചു ജീവിതത്തിലേക്കുള്ള പാതയിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്ന് പോലും നിശ്ചയമില്ലാതെ ഉഴലുന്ന അവസ്ഥയുണ്ട്. ലഹരി വിമുക്തി കേന്ദ്രങ്ങൾ തടവറകളായും പീഡന കേന്ദ്രങ്ങളായും രോഗികളെ ഭ്രാന്തരായുമൊക്കെ ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിനാൽ നമ്മുടെ യാത്ര ഒരു ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്കാണ്. ലഹരിക്ക് അടിമപ്പെടുന്നവരെ തിരിച്ചെങ്ങനെ ജീവിതത്തിലേക്ക് എത്തിക്കാമെന്നതിൻ്റെ പ്രവർത്തന രീതി അറിഞ്ഞ് ലഹരി വിമോചന കേന്ദ്രങ്ങളോടുള്ള അകൽച്ചയും ഭയവും മാറ്റി തുറന്ന മനസ്സോടെ അത്തരം സ്ഥാപനങ്ങളെ സമൂഹത്തിൽ ചേർത്തു നിർത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പുന്നലാൽ എന്ന പ്രദേശത്തിന്റെ നാൾവഴികൾ തിരുത്തിക്കുറിച്ച നാം മാതൃകയാക്കേണ്ട ലാളിത്യത്തിന്റെയും എളിമയുടെയും പ്രതിരൂപമായ സാമൂഹിക പ്രവർത്തകൻ എന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം വിശേഷിപ്പിച്ച ഡോക്ടർ ശ്രീ ക്രിസ്തുദാസ്, സഹധർമ്മിണി ശ്രീമതി ശാന്താദാസ് എന്നിവർ ഡെയിൽ വ്യൂ കെയർ പോയിന്റ് എന്ന പേരിൽ ഒരു ലഹരി വിമുക്തി കേന്ദ്രം സ്ഥാപിച്ചിട്ട് അരനൂറ്റാണ്ടാകുന്നു. ഡെയിൽ വ്യൂ കെയർ പോയിന്റിന്റെ ക്ലിനിക്കൽ സൂപ്പർവൈസർ ശ്രീമതി ലീബ ബാബു പങ്കുവച്ച അറിവ് നുറുങ്ങുകളിലൂടെ. 1. സ്ഥാപനത്തിന്റെ നാൾ വഴികളിലൂടെ. 1978 ശ്രീ ക്രിസ്തുദാസും ശ്രീമതി ശാന്താദാസും ഇങ്ങനെയൊരു ഉദ്യമം നടത്തുന്നത്. ഈ നാടിന്റെ മുഖത്തെ തന്നെ രക്ഷിച്ചെടുത്ത സ്ഥാപനമാണിത്. 3 വർഷം മുൻപ് വരെ കേന്ദ്ര സർക്കാരിന്റെ ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ അഡിക്ഷൻ IRCA എന്നതിന്റെ കീഴിലുള്ള സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിരുന്നു. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയിൽ സ്ഥാപനം മുന്നോട്ടു പോകുന്നു. ആൽക്കഹോൾ, പോളി സബ്സ്റ്റൻസ് അതായത് ഒന്നിലധികം ലഹരി മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ എല്ലാത്തരം ലഹരികളിൽ നിന്നുമുള്ള മുക്തി നമ്മൾ ഉറപ്പാക്കുന്നു. കൂടാതെ അംഗീകൃതമായ ട്രെയിനിങ് പദ്ധതികളും ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നു. 2. ലഹരി വിമോചന കേന്ദ്രങ്ങളെ തടവറകളായും ശുശ്രൂഷ രീതികളെ പീഡനങ്ങളായും ചിത്രീകരിക്കുന്ന വികലമായ രീതി ചലച്ചിത്രങ്ങളിൽ പോലും ദൃശ്യമാകുന്നു. പലരും അത് വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി തീർച്ചയായും തെറ്റായ പ്രവണതകളാണ് അവയെല്ലാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ലഹരിക്ക് അടിമപ്പെടുന്നത് ഒരു രോഗം തന്നെയാണെന്നതാണ്. ഈ രോഗം ഒരു കുറ്റമോ അതിനുവേണ്ടിയുള്ള ചികിത്സ ഒരു ശിക്ഷയോ അല്ല. രോഗത്തെപ്പറ്റി കൃത്യമായ അറിവും ചികിത്സാ രീതികളിൽ കൃത്യമായ പരിശീലനവും ലഭിച്ചവർ മാത്രമേ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. നിർബന്ധപ്രകാരം രോഗിയെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഫലിക്കില്ല. ഒച്ചയെടുക്കലുകളോ ഉപദ്രവങ്ങളോ അല്ല, കരുതലും സ്നേഹവുമാണ് വേണ്ടത്. ഒപ്പം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും രോഗത്തെപ്പറ്റി കൃത്യമായ അറിവുണ്ടാകണം. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകമൊക്കെ ശരിയായ അറിവുണ്ടായിരുന്നെങ്കിൽ ഒഴിവാകുമായിരുന്നു. ഒരു തരത്തിലും ഒരു മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾ രോഗത്തിന്റെ ലേബലിൽ മാറ്റിവെക്കപ്പെടരുത് എന്നതും പ്രധാനമാണ്. അടിമ അഥവാ അഡിക്റ്റ് എന്ന പദപ്രയോഗം കൂടി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പേഴ്സൺ വിത്ത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന പദമാണ് ഉചിതം. ശരിയായ അവബോധം വീടുകളിലും വിദ്യാലയങ്ങളിലും ശക്തമാക്കണം. തെറ്റിദ്ധാരണകൾ മാറണം. ഡി അഡിക്ഷൻ സെന്ററുകൾ തടവറകളല്ല, മറിച്ച് ജീവിതം ഇരുട്ടിലായവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനായി നിലനിൽക്കുന്ന വീടുകളാണ്. 3. ഒരു മനുഷ്യനെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നത് അവന്റെ ചുറ്റുപാടുകൾ മാത്രമാണോ? അല്ല. യഥാർത്ഥത്തിൽ കാരണങ്ങൾ 2 വിധമാണ്. ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ളവയും ജനിതകമായിട്ടുള്ളവയും. വളർന്നു വന്ന നേരിട്ട സാഹചര്യങ്ങളോ സഹപാഠികൾക്കിടയിലെ കളിതമാശകളോ കുടുംബത്തിലെയും മറ്റും പ്രശ്നങ്ങളോ ഒക്കെ ചുറ്റുപാടുകൾ കാരണമുണ്ടാകുന്ന കാരണങ്ങളാണ്. പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പരിതസ്ഥിതികളിൽ നിന്നെത്തുന്ന രോഗികളുണ്ട്. മറിച്ച് ജനിതകപരമായ കാരണങ്ങൾ അവസാനത്തെ 3 തലമുറകളെയെങ്കിലും ബന്ധിപ്പിക്കുന്നു. ജനിതകപരമായി കൂടി സാധ്യത നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നവർ ഒന്നുകൂടി ജാഗ്രത പാലിക്കുക. മറ്റു ഗുണകരമായ പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് കല, കായികം എന്നിവ ഒരു പരിധിവരെ സഹായകമാകും. ഒപ്പം ശാസ്ത്രീയമായി ചിന്തിക്കുവാൻ കൂടി നമ്മൾ ശീലിക്കണം. വൈകാരികമായ തലത്തിൽ മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നോക്കിക്കാണുകയും അരുത്. 4. ലഹരി വിമുക്തിയിലേക്കുള്ള ശാസ്ത്രീയമായ രീതികൾ എന്തൊക്കെയാണ്?
തുടർച്ചയായ പരിചരണം നൽകിയാൽ മാത്രമേ രോഗിക്ക് പൂർണ്ണമായും ഇതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കൂ എന്നും കേട്ടിട്ടുണ്ട്. ചികിത്സാ രീതിയുടെ ഘട്ടങ്ങൾ വിശദീകരിക്കാമോ? അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള ചികിത്സാ രീതികളും ഘട്ടങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. 3 പ്രധാന ഘട്ടങ്ങളാണ് ചികിത്സയ്ക്കുള്ളത്. ഒന്നാമത്തേത് പ്രീ ട്രീറ്റ്മെന്റ് ആണ്. ഡോക്ടർമാരിൽ നിന്നോ പോലീസിൽ നിന്നോ റഫറൻസ് ലഭിച്ചോ പഴയ രോഗികളിൽ നിന്നും കേട്ടറിഞ്ഞു എത്തിച്ചേരുന്ന രോഗികളാണ് ഇവിടെ എത്തുന്നതിൽ ഭൂരിഭാഗവും. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ രോഗിയെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ശാരീരികവും മാനസികവുമായ രോഗിയുടെ അവസ്ഥ, രോഗത്തിന്റെ തീവ്രത എന്നിവ അളക്കുന്നു. രണ്ടാം ഘട്ടം പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. ഈ ഘട്ടത്തിൽ രോഗിക്ക് ഒരു കൗൺസിലറുടെ സഹായം ഉറപ്പാക്കുന്നു. കുടുംബവുമായി ചേർന്നും അല്ലാതെയും സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ലഹരിയുടെ ഉപയോഗം ഒരു രോഗമാണെന്ന പൂർണ്ണ ബോധ്യം ആദ്യം തന്നെ രോഗിയിലും അവരുടെ പ്രിയപ്പെട്ടവരിലും ഉണ്ടാക്കിയെടുക്കുന്നു. രോഗിയുടെ തിരിച്ചുവരവിനൊപ്പം കുടുംബത്തിന്റെ തിരിച്ചുവരവും അത്യന്താപേക്ഷിതമാണ്. ഒപ്പം രോഗിയെ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും അകറ്റുന്നു, മരുന്നുകൾ നൽകുന്നു, ജീവിതതാളം തിരിച്ചുപിടിക്കുന്നു, മുക്തി നേടുമ്പോൾ ഡിസ്ചാർജ് ആക്കുന്നു. ശേഷം മൂന്നാം ഘട്ടം തുടർന്നുള്ള കരുതലാണ്. ആദ്യമാദ്യം ആഴ്ചകളിലും പോകെ പോകെ മാസങ്ങളിലും രോഗിക്ക് തിരികെ എത്തി ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്താം. 2 വർഷം വരെയെങ്കിലും ഇവിടെ ഈ സേവനം തുടരാറുണ്ട്. 5. ഒറ്റമൂലി വൈദ്യങ്ങളിലൂടെയും കുറുക്ക് വഴികളിൽ കൂടിയും ലഹരി വിമോചനം സാധ്യമാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടമുണ്ടിവിടെ. രോഗി അറിയാതെയുള്ള ചികിത്സയുടെ അപകടങ്ങളെ കൂടി വ്യക്തമാക്കാമോ? തീർത്തും തെറ്റായ അധാർമികമായ പ്രവൃത്തിയാണിത്. രോഗത്തെ ആദ്യം തിരിച്ചറിയേണ്ടതും ചികിത്സയ്ക്കായി പാകപ്പെടേണ്ടതും രോഗിയാണ്. മരുന്നിന്റെ ഉപയോഗം അറിയാതെ തുടർന്നും ലഹരി ഉപയോഗിക്കുന്ന രോഗിയുടെ അവസ്ഥ കൂടുതൽ വഷളാകും. ഇത്തരം പരസ്യങ്ങൾ പത്രങ്ങളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും കാണാം. സർക്കാർ കർശനമായി നടപടിയെടുക്കേണ്ടതുണ്ട്. കച്ചവടം മാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. 6. വിമുക്തി നേടാനുള്ള മരുന്നുകളെ നിരുത്സാഹപ്പെടുത്തുന്നവരും ഭയക്കുന്നവരും അനവധിയാണ്. അവരോട് ശരിയായ ജീവിതതാളം ഒരു രോഗി തിരിച്ചുപിടിക്കണമെങ്കിൽ കൗൺസിലിങ്ങും മരുന്നുകളും ശരിയായ ആഹാരവും വ്യായാമവും തുടർന്നുള്ള പരിചരണവും ഉറപ്പാക്കുക തന്നെ വേണം. 7. ഒരിക്കൽ മുക്തി നേടിയ വ്യക്തി വീണ്ടും രോഗത്തിന് അടിമയാകാൻ സാധ്യതകളില്ലേ? തീർച്ചയായും സാധ്യതയുണ്ട്. രോഗമുക്തിക്ക് ശേഷവും തുടരുന്ന ശ്രദ്ധയും പരിചരണങ്ങളും ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്തും. വേണമെങ്കിൽ ചികിത്സ ആവർത്തിക്കാം. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ തുടർച്ചയായി നേരിടുന്നവരാണെങ്കിൽ അതിനും പരിഹാരം കണ്ടെത്തി തുടർന്നും ചികിത്സിക്കണം. ലഹരിയുടെ സ്വഭാവം, രോഗിയുടെ സ്ഥിതി, സാഹചര്യങ്ങൾ എന്നിവയൊക്കെ മാറുന്നതിനനുസരിച്ച് രോഗമുക്തിയുടെ കാലവും വ്യത്യാസപ്പെട്ടേക്കാം. ചിലർ 1-2 ആഴ്ചകളിൽ തിരിച്ചു വരുമ്പോൾ മറ്റു ചിലർക്ക് മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരാം. ചികിത്സ ആവർത്തിക്കേണ്ടി വരാം. ക്ഷമ വേണം രോഗിക്കും ചുറ്റുമുള്ളവർക്കും. 8. കഞ്ചാവ് നിയമവൽക്കരിക്കണമെന്ന വാദമുയർത്തുന്നവർ നമുക്കിടയിലുണ്ടെന്ന്. കാലത്തിനനുസരിച്ച് മാറുന്ന ലഹരികളും ഇന്ത്യയിലെ കഞ്ചാവിന്റെ നിയമസാധുതയും എന്നതിനെപ്പറ്റി. ബീഡി, സിഗരറ്റ്, മദ്യം, കഞ്ചാവ് എന്നിങ്ങനെ നീണ്ട സിന്തറ്റിക് ലഹരികളിൽ എത്തി നിൽക്കുന്ന കാലമാണിത്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപകടകാരികൾ തന്നെയാണ്. പ്രകൃതിദത്തം എന്ന് പലരും ഓമന പേരിട്ട് വിളിക്കുന്ന പലതും നിരുപദ്രവകാരികളല്ല. ഇനി നിയമസാധുതയുടെ കാര്യം. കഞ്ചാവിന്റെ ഉപയോഗം യൂറോപ്യൻ രാജ്യങ്ങളെ മാതൃകയാക്കി നിയമവിധേയമാക്കണമെന്നത് അടിസ്ഥാനരഹിതമായ ആവശ്യമാണ്. കഞ്ചാവിന്റെ 2 പ്രധാന ഘടകങ്ങൾ THC ടെട്രാ ഹൈഡ്രോ കാനബിനോളും CBD കാനബിഡിയോളുമാണ്. THC മാനസിക പ്രശ്നങ്ങളിലേക്കും മറ്റ് അപകടങ്ങളിലേക്കും നയിക്കുമ്പോൾ CBD അത്രയും അപകടകാരിയാകുന്നില്ല. കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിയ പല രാജ്യങ്ങളിലും കഞ്ചാവിലെ THCയുടെ അളവ് ഇന്ത്യയിലുള്ള ഇനം കഞ്ചാവിനേക്കാൾ കുറവാണെന്ന് കാണാം. ഒപ്പമുള്ള വിഷയം നിയമത്തെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. പൊതുസ്ഥലങ്ങളിലെ പുകവലിയിൽ നിന്നും പിന്മാറാത്ത നമ്മുടെ സമൂഹം എത്രത്തോളം നിയമത്തിന് വിധേയമായി ഇക്കാര്യം കൈകാര്യം ചെയ്യുമെന്നതിൽ ആശങ്കയുണ്ട്. ഇന്ത്യയിലെ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഉൽപാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായി 1985 നിലവിൽ വന്ന നിയമമാണ് NDPS ആക്ട്, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. NDPS ആക്ട് സെക്ഷൻ 27 പ്രകാരം മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്ന വ്യക്തി കുറ്റക്കാരനാണ്. സെക്ഷൻ 31 ക്ലോസ് A പ്രകാരം ലഹരിയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കുറ്റവാളി വധശിക്ഷയ്ക്ക് പോലും അർഹനാകുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 5 കോടിയിലധികം യുവജനങ്ങൾ ലഹരിക്കടിമകളാണ്. ഇതും ചർച്ച ചെയ്യപ്പെടണം. നിയമസാധുത എന്നാൽ പൂർണ്ണ സുരക്ഷയെന്നല്ല. 9.
ലഹരി ഉപയോഗവും മാനസിക പ്രശ്നങ്ങളും. ലഹരി ഉപയോഗിക്കുന്നവരിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ചോദ്യത്തെ രണ്ടു രീതിയിൽ സമീപിക്കണം. ലഹരി ഉപയോഗം മൂലം വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങൾ കാരണം ഉടലെടുക്കുന്ന ലഹരിയുടെ ഉപയോഗവും. ഇവയെ രണ്ടും നമ്മൾ അഭിമുഖീകരിക്കണം. ലഹരിയുടെ ഉപയോഗം തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. ബ്രെയിൻ സ്റ്റെം, ലിംബിക് സിസ്റ്റം, സെറിബ്രൽ കോർട്ടെക്സ് എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള വിഷാംശം ലഹരി വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്നു. ഇത് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. വൈകാരിക നിയന്ത്രണങ്ങളും ഓർമ്മകളും സൂക്ഷിക്കുന്ന അമിഗ്ഡാല, ലിംബിക് സിസ്റ്റം, ഹിപ്പോകാമ്പസ് എന്നിവയുടെയൊക്കെ പ്രവർത്തനത്തെ നേരിട്ടോ അല്ലാതെയോ ലഹരിയുടെ ഉപയോഗം ഭംഗപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ താളം തെറ്റലുകളിലേക്കും ഇത് നയിക്കും. ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ലഹരിയെ ഒരു താൽക്കാലിക ഡോപ്പമിൻ ബൂസ്റ്ററായി കണ്ടുകൊണ്ട് അഭയം പ്രാപിക്കാറുണ്ട്. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ താളം വീണ്ടും തെറ്റിക്കും. തിരിച്ചറിയപ്പെടാതെയും തെറ്റിദ്ധരിക്കപ്പെട്ടും പോകരുത്. ഇവ രണ്ടും വേർതിരിച്ചറിയാൻ കഴിയണം. പരിശീലനം നേടിയവരെ മാത്രം സമീപിക്കുക എന്നത് പ്രാധാന്യമർഹിക്കുന്നു. 10. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ ചലച്ചിത്രങ്ങളും മറ്റും എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിലെ അപകടം എത്ര? ഒരു ചെറിയ ശതമാനം മനുഷ്യരെയെങ്കിലും എല്ലാ കാലത്തും ചലച്ചിത്രങ്ങളിലെ ട്രെൻഡുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് സത്യം. വില്ലനും നായകനുമൊക്കെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കാണുന്ന കുട്ടികളും മുതിർന്നവരിൽ പലരും കൗതുകത്തിനെങ്കിലും ഇവ ഉപയോഗിക്കാൻ മുതിരുന്നു. ഇങ്ങനെയുള്ള ഉപയോഗത്തെ സാധാരണവൽക്കരിക്കുന്നത് ഗുരുതരമായ പിഴവാണ്. 11. നമ്മുടെ സാമൂഹ്യ സ്ഥിതിയിൽ ലഹരി വിമോചന കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന രോഗികളിൽ കൂടുതലും പുരുഷന്മാരാണ്. സ്ത്രീകൾ താരതമ്യേന കുറവാണ്. യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയും പുരുഷനും ലഹരിക്ക് അടിമപ്പെടുന്നതിൽ എങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നു എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരുടെ കയ്യിൽ ലഹരി എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നിതിൽ മാറ്റം വരുന്നുണ്ട്. ലിംഗഭേദമന്യേ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ലഹരിക്ക് അടിമപ്പെടുന്നത് കുറച്ചുകൂടി വേഗതയിലാണെന്ന് പഠനങ്ങളുണ്ട്. ഡ്രഗ് എസ്കലേഷൻ, ബീക്കർ 2016, റോത്ത് ആൻഡ് കാരൽ 2004. വേദനസംഹാരികളുടെ അമിതോപയോഗം മൂലം ഇതിലെത്തിപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ചികിത്സയ്ക്കെത്തുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാതം സൂചിപ്പിക്കുന്നത് ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ താമസിച്ചുകൊണ്ട് മുക്തി നേടുന്ന സ്ത്രീകളുടെ എണ്ണം താരതമ്യേന വളരെ കുറവാണെന്നതാണ്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ സ്ത്രീ നേരിടുന്ന വിപത്തുകളിൽ ഒന്നാണിതും. ഒപ്പം തന്നെ ചേർക്കട്ടെ, ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്താൻ പറ്റൂ എന്ന രീതിയിൽ ഫാൾസ് നെറേറ്റീവ് സമൂഹത്തിൽ പരത്തുന്നവരുണ്ട്. അത് തീർത്തും ദുരുദ്ദേശപരമായ ചിന്താഗതിയാണെന്ന് മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. 12. ഈ മേഖലയിലെ ആശകൾ. മാതാപിതാക്കളുടെ നിരന്തര പരിശ്രമത്താലും കൂട്ടുകാരുടെ പ്രയത്നത്താലും എല്ലാത്തിനുമപ്പുറം സ്വന്തം നിശ്ചയദാർഢ്യത്താലും രോഗത്തെ അതിജീവിച്ച കുറെ വ്യക്തികളുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെയും മാതൃകകളാക്കാവുന്നതാണ്. പ്രതീക്ഷകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്ക് ഇനിയുമേറെ മുന്നോട്ടു പോകണം. സംസ്ഥാന സർക്കാർ സ്കൂൾ കോളേജ് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആശയുണർത്തുന്നവ തന്നെയാണ്. ജീവിതം തന്നെ ലഹരിയാക്കാൻ ശാസ്ത്രത്തെ മുറുകെ പിടിക്കാം.